എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളിന്ന് എവിടെ പോണു ശങ്കോ? തമിഴ്നാട്. നമ്മളിന്ന് ആലപ്പുഴയിൽ നിന്ന് രാവിലെ തിരിച്ചതാണ്. രാവിലെ ഒരു 10 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. അപ്പൊ നമ്മള് ഒരു ചെറിയ ടൂറായിട്ടല്ലേ. അപ്പൊ നമ്മുടെ ബിസിനസ് ആവശ്യമായിട്ട് നമ്മൾ തമിഴ്നാട്ടിൽ പോവുകയായിരുന്നു. അപ്പൊ നമ്മൾ ഏകദേശം തൃശ്ശൂർ അടുക്കാറായി. ബൈപ്പാസ് റൂട്ടാണ് പോണത്. 4 വരി പാതയാണ്. നല്ല അടിപൊളി റോഡായിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആക്സിഡന്റ് കൂടാൻ ചാൻസിലാണ്. നമ്മൾ പോകുന്ന വഴിക്ക് 2-3 ആക്സിഡന്റ് കണ്ടു. അതുകൊണ്ട് വണ്ടി പോകുന്നവർ അധികം സ്പീഡൊന്നും എടുക്കാതെ വളരെ കെയർഫുൾ ആയിട്ട് ഒരു മിനിമം സ്പീഡിൽ പോവുക. ഇപ്പോൾ നമ്മൾ കുതിരാൻ എത്താറായി. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം കണ്ട്, അപ്പോൾ ലുലു മാൾ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ 1 വർഷമായി പാലക്കാടുള്ള. പോകുന്ന വഴിക്ക് സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് കയറി അവിടുത്തെ ഓഫറും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ കൊച്ചിയിലുള്ള ലുലു മാളിൻ്റെ അത്രയും ഉണ്ടോ എന്നറിയില്ല. അത് വെച്ചാൽ അത്ര വലിയ വലിപ്പം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എങ്കിലും നമുക്ക് അവിടെ ഒന്ന് കയറി അവിടുത്തെ ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുന്നതാണ്. ഇപ്പോൾ കുതിരാൻ കഴിഞ്ഞിട്ടാണ്. കുതിരാൻ കഴിഞ്ഞ് അധികം ദൂരമില്ല. പണ്ട് നല്ലൊരു കയറ്റമുള്ള സ്ഥലമായിരുന്നു. ഇപ്പം അതെല്ലാം കുതിരാൻ വന്നുകൂടി നല്ല ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഒരു സ്കോർപ്പിയോ ആണ് മറിഞ്ഞു കിടക്കുന്നത്. ഒരു ആക്സിഡൻ്റ് ആണ്. ഇതിപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് 3ാമത്തെ ആക്സിഡൻ്റ് ആണ് കാണുന്നത്. അതുകൊണ്ട് വണ്ടി പോകുന്നവർ വളരെ സൂക്ഷിച്ച് പോവുക. അത് ഈ ആക്സിഡൻ്റ് നടന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റും അവരുടെ ലുലു മാളിലുള്ളത്. ലുലു മാളിൽ നമ്മൾ എത്തി. അപ്പോൾ നമ്മൾ യു-ടേൺ എടുത്ത് വേണം വരാനായിട്ട്, ഹൈവേ കൂടെ പോകുമ്പോൾ. അപ്പോൾ അങ്ങനെ യു-ടേൺ എടുത്ത് നേരെ നമ്മൾ ലുലു മാളിലോട്ട് എൻട്രൻസിലോട്ട് കയറി. പാർക്കിംഗ് അടിയിലാണ്. ഒരു ഉച്ച സമയമുണ്ട്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഒരു 2:30 മണിയോടുകൂടിയാണ് നമ്മളിവിടെ എത്തുന്നത്. അപ്പോൾ നേരെ നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ വന്നു. അവിടെ തന്നെ പാർക്കിംഗ് കിട്ടി. അങ്ങനെ നമ്മൾ വണ്ടിയെല്ലാം അവിടെ പാർക്ക് ചെയ്ത് സേഫാക്കി നമ്മൾ അവിടുന്ന് ഇറങ്ങി നേരെ ലുലുവിൻ്റെ എൻട്രൻസിലോട്ടാണ് കയറുന്നത്. അപ്പോൾ ഇവരുടെ ഓപ്പൺ ടൈം 10 to 10 ആണ്. രാവിലെ 10 മുതൽ രാത്രി 10 മണി വരെയാണ്. അപ്പോൾ നമ്മൾ ചെന്ന ആ ദിവസം അവിടെ എന്തോ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. കുട്ടികളുടെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് നേരെ നമ്മുടെ ബിസിനസ് ആവശ്യമായിട്ട് തമിഴ്നാട്ടിൽ പോകുന്നുണ്ട്. അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല. നമ്മൾ നേരെ ജസ്റ്റ് അവിടുത്തെ ഷോപ്പിംഗ് മാളൊക്കെ ഒന്ന് കവർ ചെയ്യാമെന്ന് കരുതി നമ്മൾ നേരെ മുകളിലോട്ടാണ് പോയത്. ഇപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റാണ് ഉള്ളത്. ഇവിടെയുള്ള ലേഡീസിൻ്റെ ഒരു ഷോപ്പാണ് കൂടുതലുള്ളത്. ഇതിൻ്റെ മുകളിൽ വേറെ ഷോപ്പുകളുണ്ട്. ലുലുവിൻ്റെ തന്നെ എല്ലാ ബ്രാൻഡഡ് ഐറ്റംസ് ഉള്ള ഷോപ്പുകളും ഇതിൻ്റെ മുകളിലുണ്ട്. നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറില്ല. കാരണം നമ്മൾ ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോകുന്നതുകൊണ്ട് സാധനമൊന്നും ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ ആവശ്യം വന്നില്ല. കാരണം നമ്മളിനി തിരിച്ചു പോകുമ്പോൾ കൊച്ചിയിൽ കയറി നമുക്ക് സാധനം മേടിക്കാമെന്ന് കരുതി. ഇവിടെ ഒരുപാട് ഓഫറുകളെല്ലാം ഉണ്ടായിരുന്നു. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എല്ലാത്തിനും ഓഫറുകളാണ് ഇട്ടിരിക്കുന്നവർ.
അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലത്തെ നല്ലൊരു റോഡാണ് പോയത്. ഫുള്ള് ചിക്കിങ്ങും ഇത് കയറി വരുമ്പോൾ തന്നെ ഫുഡ് കോർട്ടാണ്. ഫുഡ് കോർട്ടിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ കുട്ടികളുടെ ഗെയിംസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഉച്ച സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു തിരക്കൊക്കെ വളരെ കുറവായിരുന്നു. അത് വലിയ തിരക്കില്ല, എങ്കിലും അത്യാവശ്യം തിരക്കുകളുണ്ടായിരുന്നു. ഇവിടെ എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. എല്ലാം ലിവിൻസും പൂമയുടെ ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡഡ് ഐറ്റംസ് മാത്രങ്ങളാണ്. ജെൻസിൻ്റെയും മെൻസ് വെയറും കിഡ് വെയർ, ലേഡീസിൻ്റെ അങ്ങനെയുള്ള ഒരുപാട് റെഡിമെയ്ഡ് ഐറ്റംസ് ആണ് കൂടുതലും മുകളിലത്തെ നിലയിലുണ്ടായിരുന്നത്. എല്ലാത്തിനും ഓഫറുകളാണ് കേട്ടോ, എല്ലാത്തിനും ഓഫറുകളുണ്ട്. എല്ലാം 40-50% ഓഫറുകളാണ് എല്ലാ ബ്രാൻഡ് ഐറ്റംസിനും. പിന്നെ ബൈ 1 get 1 ഉണ്ട്, ബൈ 2 get 1 ഉണ്ട്. എല്ലാം 25-50-40 ആ ഒരു റേറ്റാണ് എല്ലാം ഇട്ടിരുന്നത്. ലൂയിസ് ഫിലിപ്പ് അങ്ങനെയുള്ള ഒരുപാട് ബ്രാൻഡ് ഐറ്റംസിൻ്റെ എല്ലാം ഒറ്റ കുടക്കീഴിലാണ് അവരെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. അതെല്ലാം നമുക്ക് ഓഫേഴ്സ് എല്ലാം നമുക്ക് ചോയ്സ് എടുക്കാം. ഓരോ ബ്രാൻഡിനും ഓരോ ഓഫറുകളാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ചിലർ ബൈ 1 50% ആണ് ഓഫർ, ചിലത് ബൈ 2 1 ഫ്രീ അങ്ങനെയുള്ള ഓഫറുകൾ. നമ്മൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഓഫറുകളാണ് അവിടെ കൊടുത്തിരുന്നത്. അപ്പോൾ കുട്ടികളുടെ കുറച്ച് ഡ്രസ്സെല്ലാം വാങ്ങുന്നത് വെച്ചാൽ കുട്ടികളുടെ ഒരുപാട് സെലക്ഷൻ ഉണ്ടായിരുന്നു അവിടെ. പ്രൈസും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസുകളാണ് ഫീൽ ചെയ്തത്. പിന്നെ ജീൻസൊക്കെ ആണെങ്കിലും എല്ലാം ഒരു 699 ബ്രാൻഡഡിൻ്റെ തന്നെ ഒരു ഓഫറായിട്ട് അവർ വിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാ സൈസും ഉണ്ടായിരുന്നു, അവൈലബിൾ ആയിരുന്നു. പൂമയുടെ ആണെങ്കിലും 50% ആണ് എല്ലാം ഓഫർ ഉണ്ടായിരുന്നത്. എല്ലാം ഒരു 1800-2000 റേഞ്ച് വരുന്നതെല്ലാം അതിൻ്റെ 50%-ലാണ് ഓഫർ അവർ കൊടുത്തിരുന്നത്. എല്ലാം നല്ല ഓഫറായിരുന്നു. പിന്നെ ചെരുപ്പിൻ്റെ ആണെങ്കിലും ഒരുപാട് ചെരുപ്പിൻ്റെ ഷൂസുകളെല്ലാം ഒരുപാട് ഓഫറിലാണ്. എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെയാണ്. എല്ലാം കുട്ടികൾക്കുള്ളതാണെങ്കിലും എല്ലാം നല്ല ഓഫറാണ്. എല്ലാം 50% 40% എല്ലാം ഓഫർ ഉണ്ടായിരുന്നു. ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നല്ല ഭംഗിയായിട്ട് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. പ്രൈസും ഞാൻ നോക്കിയിട്ട് നല്ല ഓഫറാണ് ഇവരിട്ടിരിക്കുന്നത്. 499 ആ ഒരു റേറ്റാണ് എല്ലാം ഇതിൽ നല്ല ബ്രാൻഡഡ് ഐറ്റംസിനെല്ലാം അവർ പ്രൈസ് ഇട്ടിരുന്നത്. ഒരുപാട് സെലക്ഷനും ബ്രാൻഡഡ് ഐറ്റമാണ്. ബ്രാൻഡഡ് ഐറ്റത്തിൻ്റെ ഒരുപാട് സെലക്ഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം ഒരൊറ്റ കുടക്കീഴിലായിട്ടാണ് അവരെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് പാലക്കാട്. അല്ലാതെ സെപ്പറേറ്റ് ഷോറൂമായിട്ടോ ഷോപ്പായിട്ടോ അല്ല ചെയ്തിരിക്കുന്നത്. പിന്നെ ഇലക്ട്രിക് സാധനങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ, എല്ലാ ഐറ്റംസും നമ്മുടെ ഒരൊറ്റ ഹാളിലാണ് അതെല്ലാം ലുലുവിൻ്റെ തന്നെ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് സിസ്റ്റം JBLനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. JBLൻ്റെ സ്പീക്കേഴ്സിനൊക്കെ 50,000 വരുന്നതെല്ലാം 38,000 39,000 ആ റേഞ്ചിലായിരുന്നു അവർ പ്രൈസ് ഇട്ടിരുന്ന ഓഫറായിട്ട്. TVക്കൊക്കെ ആണെങ്കിലും നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് ഒരുപാടുണ്ടായിരുന്നു. ഗിഫ്റ്റിൻ്റെ തന്നെ ഒരു ഏരിയ കംപ്ലീറ്റ് ഗിഫ്റ്റിൻ്റെ ഐറ്റംസ് ആയിരുന്നു കംപ്ലീറ്റ്. ക്രിസ്റ്റലിൻ്റെയൊക്കെ നല്ല മനോഹരമായ ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം ഒരുപാടുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസ് ആണ് കാണാൻ സാധിച്ചത് ഇവിടെ. അപ്പോൾ അങ്ങനെ പാലക്കാട് വന്ന വഴിക്ക് നമുക്ക് അങ്ങനെ ലുലു ഹൈപ്പർ മാർക്കറ്റ് കാണാനും അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പറ്റി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന്